ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 ആണ്. 1/9/2025 മുതൽ 10/9/2025 വരെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സെപ്റ്റംബർ 1 ദേശീയ പോഷകാഹാര വാരമാണ്. സെപ്റ്റംബർ 1 മുതൽ 7 വരെ സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നിരാമയ 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കൊച്ചി. വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ പുതുതായി കണ്ടെത്തിയ കിഴങ്ങുവർഗം ഡയോസ്കോറിയോ ബാലകൃഷ്ണാനി. റഷ്യൻ തീരനഗരമായ കാലിനിൻഗ്രാഡിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാൽ സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവു വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് പാറളം, തൃശൂർ. വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഒമാൻ. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സ്വദേശി വിദുഷി ദീക്ഷ. സെപ്റ്റംബർ 2 പുതുതായി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGO പദവിയിൽ ചുമതലയേറ്റത് TCA കല്യാണി. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ദൈവദശകം. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദി ന്യൂഡൽഹി. ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2. UAE പുതിയ ഇന്ത്യൻ സ്ഥാപിതമായി ചുമതലയേറ്റ ഡോക്ടർ ദീപക് മിത്തൽ. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിലെത്തിയ സംസ്ഥാനം കേരളം. സെപ്റ്റംബർ 3 ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷന്റെ ABC ചെയർമാനായി നിയമിതനായത് കരുണേഷ് ബജാജ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ 32-ബിറ്റ് മൈക്രോ പ്രോസസർ വിക്രം 32. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച എഴുത്തുകാരനും കവിയുമായ വ്യക്തി U ജയചന്ദ്രൻ. രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ K സോമപ്രസാദ്. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ചൈന. ഇന്ത്യ തായ്ലൻഡ് സൈനികാഭ്യാസമായ മൈത്രി 14ന്റെ വേദി മേഘാലയ. വർഷം ഇന്ത്യൻ വ്യോമസേനയെ സേവിച്ച ശേഷം പ്രവർത്തനം നിർത്തുന്ന യുദ്ധവിമാനം MiG-21. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പെരംപൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി. സെപ്റ്റംബർ 4 സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി തുടർന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് അമിത് ഷാ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നിവയുൾപ്പെടെ 26 സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച നേപ്പാൾ സർക്കാരിനെതിരെ നടന്ന യുവാക്കളുടെ പ്രതിഷേധം ജൻ സി വിപ്ലവം.
ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ സഞ്ചാരികളെ സുരക്ഷിതമായി തിരിച്ചിറക്കാനുള്ള പരീക്ഷണം. ഇന്റഗ്രേറ്റഡ് എയർഡ്രോപ്പ് ടെസ്റ്റ് IADT-01. പുതിയ ആദായനികുതി ബിൽ പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1. ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കോമ്പൗണ്ട് ടീം ഇനത്തിൽ സ്വർണവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയ രാജ്യം ഇന്ത്യ. ലിപുലേഖ് ചുരം വഴി വ്യാപാരം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും ഇന്ത്യയും ചൈനയും പിന്മാറണമെന്നാവശ്യപ്പെട്ട ഭരണകൂടം നേപ്പാൾ. ആദ്യ PCP സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം US. രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. സെപ്റ്റംബർ 5 UAEയിലെ ഇന്ത്യൻ സ്ഥാപിതയായി നിയമിതനായത് ഡോക്ടർ ദീപക് മിത്തൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച UAE ദേശീയ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മലയാളിയുമായ താരം CP റിസ്വാൻ. സെഷൻസിന്റെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായ മലയാളി രോഹിത് രതീഷ്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധയും ചിന്മയ വിദ്യാപീഠത്തിന്റെ സ്ഥാപക ഡയറക്ടറുമായ വ്യക്തി കാമാക്ഷി ബാലകൃഷ്ണൻ. 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിന്റെ ചാമ്പ്യന്മാരായത് ഇന്ത്യ. ലോക ചരിത്രത്തിൽ ആദ്യമായി $1,00,000 കോടി ആസ്തി കൈവരിക്കാനൊരുങ്ങുന്ന വ്യക്തി ഇലോൺ മസ്ക്. രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മാധവ് കാമത്ത്. സെപ്റ്റംബർ 6 മണ്ണിടിച്ചിൽ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ റാറ്റിൻ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. 18ാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് IESO 2025 നടന്നത് ചൈന. 2025 ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. സാമ്പിൾ രജിസ്ട്രേഷൻ സർവേ സ്റ്റാറ്റിസ്റ്റിക്സിൽ റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് TFR നിരക്ക് 1.9. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഹരിയാന. ഏത് മുൻനിര പദ്ധതി പ്രകാരമാണ് ഭവന നഗരകാര്യ മന്ത്രാലയം അംഗീകാർ 2025 ക്യാമ്പയിൻ ആരംഭിച്ചത്? പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0. സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് യൂണിക് ഡിസബിലിറ്റി ID കാർഡ് വിതരണത്തിന്റെ 50% കവറേജ് കടന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, മേഘാലയ, ഒഡീഷ, കർണാടക. INS കാഡ്മാട്ട് ഏത് രാജ്യത്തിന്റെ 50ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനാണ് അടുത്തിടെ പങ്കെടുത്തത്? പപ്പുവ ന്യൂ ഗിനിയ. സെപ്റ്റംബർ 7 കസാഖിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിത എളവേണിൽ വാളറിവൻ. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 4ാമത്തെ സൈനിക വ്യോമതാവളത്തിന് ഒരുങ്ങുന്ന മുത്ത് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക്. നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിന്റെ പശ്ചാത്തലത്തിലാണ്? വസന്ത് സമ്പത്ത് ദബാരെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര.
താജിക്കിസ്ഥാനിൽ നടന്ന സെൻട്രൽ ഏഷ്യ ഫുട്ബോൾ അസോസിയേഷൻ നേഷൻസ് കപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഏഷ്യ വൻകരയിലെ ക്രിക്കറ്റ് രാജാവിനെ കണ്ടെത്താനുള്ള ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് തുടക്കമാകുന്നത്. UAE. 2025 സെപ്റ്റംബറിൽ വിടവാങ്ങിയ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദി ടെലിഗ്രാഫ് എഡിറ്ററുമായ വ്യക്തി സംഘർഷൻ താക്കൂർ. വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനാകുന്ന ചിത്രം ഭൂതലം. 500ഓളം ആനവേഷധാരികളുടെ അകമ്പടിയിൽ 10,000ങ്ങൾ അണിനിരന്ന ഘോഷയാത്ര കരിയാട്ടം നടന്നു വരുന്നത് കോന്നി. സെപ്റ്റംബർ 8. സുഡാനിലെ മാ പർവ്വത പ്രദേശത്തെ ഉരുൾപൊട്ടൽ മൂലം പൂർണ്ണമായി ഒലിച്ചുപോയ ഗ്രാമം തരാസിൻ. 2025 150ാം ജന്മദിനം ആഘോഷിക്കുന്ന ടാർസൻ എന്ന അനശ്വര കഥാപാത്രത്തിന് ജന്മം നൽകിയ എഴുത്തുകാരൻ ഏഡർ റൈസ് ബുറോക്സ്. ദുബായിൽ കടുത്ത വേനലിൽ ആരോഗ്യ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്കായി നടപ്പാക്കിയ 1 മാസം നീണ്ടുനിന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഫിറ്റ്നസ് സംരംഭം മല്ലത്തോൺ. 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഷാങ്ചി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യത്തലവന്മാരുടെ കൗൺസിൽ യോഗം നടക്കുന്നത് തിയാൻജിൻ. കുറഞ്ഞത് 5 വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും ഭൂമിക്ക് കുറഞ്ഞത് 40% കാനോപ്പി ഡെൻസിറ്റി കൈവരിച്ച ശേഷവും മാത്രമേ ഗ്രീൻ ക്രെഡിറ്റുകൾ അനുവദിക്കുകയുള്ളൂ എന്ന് ഭേദഗതി വരുത്തി ഉത്തരവിറക്കിയത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. 2025 സെപ്റ്റംബറിൽ 6.0 തീവ്രതയിൽ ഭൂകമ്പമുണ്ടായ അഫ്ഗാനിസ്ഥാനിലെ പ്രദേശം ജലലാബാദ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന മിസ് ടിൻ ഇന്റർനാഷണൽ സൗന്ദര്യ മത്സരത്തിൽ വിജയിയായത് ലൊറേന റൂയിസ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിലെത്തിയ സംസ്ഥാനം കേരളം. സെപ്റ്റംബർ 9. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായതാര്? CP രാധാകൃഷ്ണൻ. യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് ബ്രിഡ്ജ് UKIIFB ലണ്ടൻ നഗരത്തിന്റെ ഏത് ഇന്ത്യൻ സ്ഥാപനത്തിന്റെയും സംയുക്ത സംരംഭമാണ്? നീതി ആയോഗ്. ലോകത്തിലെ ഏറ്റവും അധിനിവേശ ജീവികളിൽ ഒന്നാമായ ഭീമൻ ആഫ്രിക്കൻ ഒച്ച് ലിസ ചാറ്റിനാപൂലിക്ക ഏത് ഇന്ത്യൻ നഗരത്തെയാണ് ബാധിച്ചിരിക്കുന്നത്? ചെന്നൈ. പൂർണ്ണ പ്രവർത്തന സാക്ഷരത കൈവരിക്കുന്ന 5ാമത്തെ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം UT ആയി മാറിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 2025 US ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക്. വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് വായു സർവേഷൻ പുരസ്കാരത്തിൽ 1ാം റാങ്ക് നേടിയത് ഇൻഡോർ മധ്യപ്രദേശ്. 2025 കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ CCC പ്രമേയം പരിഷ്കാരങ്ങളുടെ 1 വർഷം ഫാമിയിലേക്കുള്ള ഒരു പരിവർത്തനം. സെപ്റ്റംബർ 10. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് ഫർഹാൻ. ലോകത്തിലെ 2ാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഇന്ത്യ. NRE അക്കൗണ്ടുകൾ ആരംഭിക്കാൻ ബോംബ് ആസ്പയർ സംവിധാനം ഏർപ്പെടുത്തിയ ബാങ്ക് ഓഫ് ബറോഡ. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി തമിഴ്നാട്. മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരി പുനഃനാമകരണം ചെയ്തത് ഈശ്വർപൂർ.
സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം KSFE. കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. 2025 ബ്ലൂംബെർഗിന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും വലിയ ലോക സമ്പന്നൻ ലാറി എല്ലിസൺ. 2025 സെപ്റ്റംബറിൽ നടന്ന അംഗീകാർ 2025 ക്യാമ്പയിൻ ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത്? ഭവന നഗരകാര്യ മന്ത്രാലയം. അപ്പം ഇത്രയാണ് 10 വരെയുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.